ഗൈസ്, ഞാൻ ട്രാവൽസ് എന്റർടൈൻമെന്റ്സിലെ മിഥില. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കിന്ന് പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാം. അതായത് ഫ്രഞ്ച് ഫ്രൈസ്. അതിനായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ കഴുകിയിട്ടുണ്ട്. നമുക്കിനി കട്ട് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, അപ്പം കട്ട് ചെയ്യാം. എനിക്ക് കട്ട് ചെയ്യുന്നതൊക്കെ വളരെയധികം ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും തന്നെ ഇതൊക്കെ ചെയ്യുന്നത്. നല്ല നേരെ കട്ട് ചെയ്യണം. നമ്മൾ തിയേറ്ററിലൊക്കെ കാണാൻ പോകുമ്പോൾ പൊട്ടറ്റോ ഫ്രൈ ഒക്കെ കിട്ടില്ലേ, അതാണ് ഫ്രഞ്ച് ഫ്രൈസ്. അപ്പം അങ്ങനെ പോലെ തന്നെയാണ് ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്യാണ്ട് ഗൈസ്, നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്യണം, അല്ല ഫുൾ കൊള്ളാം. എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതിൽ അഴുകൊക്കെ ഉണ്ട്. നമുക്ക് അഴുക്കൊക്കെ നല്ലപോലെ കഴുകിയെടുക്കണം. മഞ്ഞ് നല്ലപോലെ വെള്ളമൊക്കെ എടുത്തിട്ടൊന്ന് കുഴക്കണം. വേവിക്കാൻ വേണ്ടി ഈ ഫ്രഞ്ച് ഫ്രൈസ്, അതായത് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. നോക്കും, നന്നായിട്ടില്ല. വേവിക്കാൻ വേണ്ടി സ്റ്റൗ ഒക്കെ കത്തിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഗൈസ്. നല്ല രീതിയിൽ തന്നെ വേവിക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ വെക്കണം. ഇച്ചിരി അങ്ങോട്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ആദ്യം നമ്മൾ ഇത് തിളപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ എണ്ണ ഒഴിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇതിൻ്റെ അകത്തോട്ട് ഇടാം. ചൂടായിട്ടുണ്ട് നല്ലപോലെ. നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇച്ചിരിയായിട്ടൊക്കെ ഇരുന്ന് എനിക്കാണെങ്കിൽ ഇപ്പൊ പേടിയോട് നെഞ്ചിടിയലായിരുന്നു ഇതെല്ലാം റെഡി ആയതുകൊണ്ട്. റെഡിയായി. ഇപ്പൊ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് തിരിച്ചിടാം. പയ്യൊക്കെ തിരിച്ചിടാം. പൊട്ടിത്തെറിക്കാമോ പൊട്ടിത്തെറിക്കാം. കൈകൊണ്ടും വാകൊണ്ടും ഇതാണ് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ്. കുറെ ഉണ്ടായിരുന്നു. ഇച്ചിരി ഇതായിരിക്കുന്നു എൻ്റെ പൂച്ചക്കുട്ടി സൂസു താണ്ടു പേര്. ഇച്ചിരി അതിനും കൂടെ കൊടുക്കും. ഷെയറിങ് സ്കെയറിങ് ഉണ്ട്, അതിനും കൂടെ കൊടുത്തു. അപ്പം നമുക്കിന്ന് ടേസ്റ്റ് നോക്കാം. അവിടുത്തെ ഒരു പീസ് എടുക്കാം. ഫ്രൈ ആണ് മുഴുവൻ. നമ്മുടെ ഗൈസ് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഗൈസ്, എല്ലാവരും